ഇതിൽ നമ്മളെ ഈ പ്രസ് മീറ്റിൽ പ്രധാനമായിട്ടും പങ്കെടുക്കുന്നത് ഒന്ന് രജിസ്ട്രാർ ഡോക്ടർ എൻ സന്തോഷ് കുമാർ, കൺട്രോളർ ഓഫ് എക്സാമിനേഷൻ ഡോക്ടർ എം മുരളീധരൻ നമ്പ്യാർ, ഡീൻ അക്കാദമിക് പ്രൊഫസർ അമൃത് ജി കുമാർ, നമ്മുടെ മീഡിയ കമ്മിറ്റിയുടെ കൺവീനറും അതുപോലെ തന്നെ ഹിന്ദി ഓഫീസറുമായിട്ടുള്ള ഡോക്ടർ അനീഷ് കുമാർ സർ, മൈസെൽഫ് സുജിത് PR ആണ്. അപ്പോൾ ഇതിൻ്റെ മറ്റ് കാര്യങ്ങൾ വിശദീകരിക്കുന്നതിന് വേണ്ടിയിട്ട് രജിസ്ട്രാറെ ക്ഷണിക്കുന്നു. വെരി ഗുഡ് മോർണിംഗ് ടു ഓൾ ഓഫ് യു. എല്ലാവർക്കും നമസ്കാരം. സെൻട്രൽ യൂണിവേഴ്സിറ്റി, കേരള സെൻട്രൽ യൂണിവേഴ്സിറ്റി എല്ലാവർക്കും അറിയാവുന്ന പോലെ 2009 പ്രവർത്തനം ആരംഭിച്ചത്. അന്ന് ഏതാണ്ട് 17 കുട്ടികളും വെറും 2 ഡിപ്പാർട്ട്മെൻറ്റുകളുമായിട്ട് ആരംഭിച്ച ഈ സെൻട്രൽ യൂണിവേഴ്സിറ്റി ഇന്ന് 2021 ആകുമ്പോഴേക്കും ഏതാണ്ട് 26 PG പ്രോഗ്രാമും 22 റിസർച്ച് പ്രോഗ്രാമും ഒരു UG പ്രോഗ്രാമുമായിട്ട് ഏതാണ്ട് 2500-നടുത്ത് കുട്ടികളുമായി ആ വളർച്ച കൈവരിച്ചിരിക്കുകയാണ്. ഈ ഏതാണ്ട് നമുക്കിവിടെ ഒരു 310 ഏക്കർ ക്യാമ്പസ് പെരിയയിൽ തന്നെയുണ്ട്, നമ്മുടെ പ്രധാന ക്യാമ്പസ്. ഇത് കൂടാതെ തിരുവല്ലയിൽ നമുക്കൊരു നിയമവിഭാഗം ലോ ക്യാമ്പസ് തിരുവല്ലയിൽ പ്രവർത്തിക്കുന്നു 10 ഏക്കറിൽ. ഇത് കൂടാതെ റെൻറ്റഡ് ക്യാമ്പസിൽ തിരുവനന്തപുരത്ത് ഒരു ക്യാപിറ്റൽ സെൻറ്ററും പ്രവർത്തിക്കുന്നു. അങ്ങനെ 2 ഓഫ് ക്യാമ്പസുകളും ഒരു പ്രധാന ക്യാമ്പസുമായിട്ടാണ് സെൻട്രൽ യൂണിവേഴ്സിറ്റി കേരളത്തിൽ പ്രവർത്തിക്കുന്നത്. ഇതിൽ നമ്മൾ ഈ 21 ഡിസംബർ, അതായത് ഈ വരുന്ന ചൊവ്വാഴ്ച ഉച്ചയ്ക്ക് 3:30 മുതൽ 4:30 വരെയാണ് നമ്മുടെ ബിരുദദാന ചടങ്ങ്. കോൺവക്കേഷൻ ഫംഗ്ഷൻ 1 മണിക്കൂർ നേരത്തേക്കാണ് രാഷ്ട്രപതി ഭവനിൽ നിന്ന് അപ്രൂവൽ കിട്ടിയിരിക്കുന്നത്. അത് അതിൻ്റെ പ്രധാന ചീഫ് ഗസ്റ്റ് എന്ന് പറയുന്നത് നമ്മുടെ ഓണറബിൾ പ്രസിഡന്റ് ഓഫ് ഇന്ത്യയാണ് ശ്രീ രാംനാഥ് കോവിന്ദ്. നമ്മുടെ ഓണറബിൾ ഗവർണർ ശ്രീ ആരിഫ് മുഹമ്മദ് ഖാൻ പങ്കെടുക്കുന്നുണ്ട്. ഇത് കൂടാതെ മിനിസ്റ്റർ ഓഫ് സ്റ്റേറ്റ് ഫോർ എക്സ്റ്റേണൽ അഫയേഴ്സ് ശ്രീ മുരളീധരൻ ജി, പിന്നെ നമ്മുടെ മിനിസ്റ്റർ ഓഫ് എഡ്യൂക്കേഷൻ, അതിൻ്റെ നമ്മൾ ധർമ്മേന്ദ്ര പ്രധാൻജിയെ ക്ഷണിച്ചിരുന്നു. അതുകൂടാതെ അദ്ദേഹത്തിൻ്റെ ഇനബിലിറ്റി അറിയിച്ചതിനെ തുടർന്ന് മിനിസ്റ്റർ ഓഫ് സ്റ്റേറ്റ് ഫോർ എഡ്യൂക്കേഷൻ ഡോക്ടർ സുഭാഷ് സർക്കാരിനെ ക്ഷണിച്ചിരുന്നു. അപ്പോൾ അവർ രണ്ടുപേരും മിക്കവാറും വരാനുള്ള ചാൻസ് വളരെ കുറവാണ്. അവരുടെ അസൗകര്യങ്ങൾ അവർ അറിയിച്ചിട്ടുണ്ട്, 2 കേന്ദ്രമന്ത്രിമാരും. അപ്പോൾ ഇത് കൂടാതെ നമ്മുടെ കേരള സ്റ്റേറ്റിൻ്റെ റെപ്രസെൻറ്റേറ്റീവായിട്ട് മിനിസ്റ്റർ ഓൺ വെയിറ്റിംഗ് ആയിട്ട് നമ്മുടെ ഗോവിന്ദൻ മാസ്റ്റർ ക്ഷണിച്ചിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ എല്ലാവർക്കും. അപ്പം പ്രധാനമായിട്ടും നമ്മളിപ്പോൾ ഉദ്ദേശിക്കുന്ന ഏതാണ്ട് കൺഫർമേഷൻ നമുക്ക് കിട്ടിയിരിക്കുന്നത് ഏതാണ്ട് 3 പേരാണ്. നമ്മുടെ ഓണറബിൾ പ്രസിഡന്റ്, ഓണറബിൾ ഗവർണർ, നമ്മുടെ മിനിസ്റ്റർ ഓഫ് സ്റ്റേറ്റ് മിനിസ്റ്റർ ആയിട്ടുള്ള ശ്രീ ഗോവിന്ദൻ മാസ്റ്റർ. ഈ 3 പേരായിരിക്കും മിക്കവാറും. അത് മറ്റവരുടെ കാര്യം ഇതുവരെയും കൺഫർമേഷൻ നമുക്ക് കിട്ടിയിട്ടില്ല, അവർ ചില അസൗകര്യങ്ങൾ അറിയിച്ചിട്ടുണ്ട്. ഇതിൽ നമ്മളാദ്യം 700 പേർക്ക് നമ്മുടെ പന്തലിൽ അക്കോമഡേഷൻ തരണമെന്ന് പറഞ്ഞാണ് നമ്മൾ റിക്വസ്റ്റ് കൊടുത്തിരുന്നത്. അത് ചില സ്റ്റേറ്റ് നമ്മുടെ കോവിഡ് പ്രോട്ടോകോൾസ് പ്രകാരം 300 ലിമിറ്റ് ചെയ്യണമെന്നുള്ള ഒരു അഡ്വൈസ് നമുക്ക് ആദ്യം കിട്ടിയിരുന്നു. ആ അഡ്വൈസിനെ തുടർന്ന് നമ്മൾ കോൺവക്കേഷൻ എന്ന് പറയുന്ന ഫംഗ്ഷൻ ഒരു അക്കാഡമിക് ഫംഗ്ഷനാണെന്നും ആ കോൺവക്കേഷൻ ഒരു പ്രൊസീജിയർ ഉണ്ടെന്നും, അപ്പം നമുക്ക് മുഴുവൻ 2000 കുട്ടികളെ വരെ അക്കോമഡേറ്റ് ചെയ്യാവുന്ന ഒരു വലിയ പന്തലാണ് നമ്മൾ നിർമ്മിച്ചിരിക്കുന്നതെന്നും അതിൻ്റെ ഏതാണ്ട് 35% ഒക്യുപ്പൻസി മാത്രമേ വരുന്നുള്ളൂ 700 എന്ന് പറഞ്ഞാൽ. അപ്പോൾ ആ ഒക്യുപ്പൻസിയിൽ വലിയൊരു സ്പേസിൽ ചെറിയൊരു നമ്പർ 2000 ഇരിക്കാവുന്ന ഒരു സ്പേസിൽ ഒരു 700 പേരെയെങ്കിലും പെർമിറ്റ് ചെയ്യണമെന്ന് പറഞ്ഞ് നമ്മൾ ഡിസ്ട്രിക്ട് കളക്ടർക്കും ചീഫ് സെക്രട്ടറിക്കും സ്റ്റേറ്റ് പ്രോട്ടോകോൾ ഓഫീസിനും എല്ലാം നമ്മൾ റിക്വസ്റ്റ് കൊടുത്തിരുന്നു. ആ റിക്വസ്റ്റുകളെല്ലാം അവർ രാഷ്ട്രപതി ഭവനിലേക്ക് ഫോർവേഡ് ചെയ്ത് അവിടെ നിന്നുള്ള പെർമിഷൻ കിട്ടിയത് പ്രകാരം ഇന്നലെ 700 പേരെ അഡ്മിറ്റ് ചെയ്യാനും ഉള്ള പെർമിഷൻ നമുക്ക് പ്രിൻസിപ്പൽ സെക്രട്ടറിയുടെ പെർമിഷൻ ലെറ്റർ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അതനുസരിച്ച് ഈ വലിയൊരു പന്തലിൽ നമ്മൾ 700 ലിമിറ്റ് ചെയ്ത് അതിൻ്റെ പ്രധാന ഉദ്ദേശം നമുക്ക് ബിരുദം സ്വീകരിക്കുന്ന കുട്ടികളാണ് ബിരുദദാന ചടങ്ങിലെ പ്രധാന VIP-കൾ. അപ്പോൾ ആ ബിരുദം സ്വീകരിക്കുന്ന 563 കുട്ടികൾ തന്നെ നമുക്കുണ്ട്. അപ്പോൾ 563 കുട്ടികളെയും പ്രവേശിപ്പിക്കുക എന്നുള്ളതാണ്
നമ്മുടെ പ്രധാന ഉദ്ദേശം. അതുകൂടാതെ കുറച്ച് ഇൻവൈറ്റഡ് ഗസ്റ്റ്, പിന്നെ നമ്മുടെ അഡ്മിനിസ്ട്രേറ്റീവ് എക്സിക്യൂട്ടീവ് കൗൺസിൽ, അക്കാഡമിക് കൗൺസിൽ തുടങ്ങിയ കോർട്ട് തുടങ്ങിയ നമ്മുടെ സ്റ്റാറ്റ്യൂട്ടറി ബോഡീസ് ഉണ്ട്, അതിൻ്റെ കുറച്ച് മെമ്പേഴ്സ്, പിന്നെ ഫാക്കൽറ്റി, സ്റ്റാഫ് തന്നെ മുഴുവൻ പേരെ പറ്റുമെന്നുള്ള കാര്യം സംശയമുണ്ട്. എന്നാലും 700 എന്നുള്ള സംഖ്യയിൽ ലിമിറ്റ് ചെയ്തുകൊണ്ട് നമ്മൾ എല്ലാ കോവിഡ് പ്രോട്ടോക്കോളും പാലിച്ചുകൊണ്ടായിരിക്കും ചടങ്ങ് നടത്തുന്നത്. കോവിഡ് പ്രോട്ടോക്കോൾ എന്ന് പറഞ്ഞാൽ 72 മണിക്കൂറിനകമുള്ള RT-PCR 2 ഡോസ് വാക്സിനേഷൻ എടുത്തവരാണെങ്കിൽ പോലും പന്തലിനുള്ളിലേക്ക് പ്രവേശനം കിട്ടണമെങ്കിൽ അവരെല്ലാവരും 72 മണിക്കൂറിനുള്ള അകമുള്ള RT-PCR ടെസ്റ്റ് എടുത്തിരിക്കണം, അത് നെഗറ്റീവ് ആയിരിക്കണം. ഇത് കൂടാതെ VVIP പ്രസിഡന്റിൻ്റെ ക്ലോസ് പ്രോക്സിമിറ്റി, വളരെ അടുത്ത് വരുന്ന ഡീൻസ് ആയാലും ഡയസ് ഷെയർ ചെയ്യുന്നവരാണെങ്കിലും അവരെല്ലാം അന്ന് രാവിലെ വീണ്ടും ഇത് കൂടാതെ ഒരു റാപ്പിഡ് ആൻറ്റിജൻ ടെസ്റ്റും എടുത്തിരിക്കണം. അപ്പോൾ ഇത്രയും കോവിഡ് പ്രോട്ടോക്കോള് പാലിച്ചുകൊണ്ടാണ് നമ്മൾ ഈ ഫംഗ്ഷൻ നടത്തുന്നത്. ഇത് കൂടാതെ ബാക്കി നമ്മുടെ പ്രോഗ്രാമിൻ്റെ ഒരു മിനിറ്റ് പ്രോഗ്രാം, ഡയസ് പ്ലാൻ, അതൊക്കെ ഫൈനൽ അപ്രൂവൽ ഇന്ന് വരാനിരിക്കുന്നതേ ഉള്ളൂ. ഏകദേശം പ്രോഗ്രാം ഒരു ഉച്ചയ്ക്ക് 1 മണിയോടുകൂടി പ്രസിഡന്റ് നമ്മുടെ ഹെലിപ്പാഡിൽ തന്നെ, നമുക്ക് 3 ഹെലിപ്പാഡുകൾ ഇവിടെ നിലവിൽ ഉണ്ട്, അതിൽ ആ ഹെലിപ്പാഡുകളിൽ എത്തും. എത്തിയിട്ട് അവിടുന്ന് കാർ മാർഗം ബേക്കൽ റിസോർട്ടിലേക്ക് പോകും. അവിടുന്ന് ഉച്ചയ്ക്ക് 3:20 വീണ്ടും നമ്മുടെ ഫംഗ്ഷൻ സ്ഥലത്തേക്ക് എത്തും. അവിടുന്ന് വൈസ് ചാൻസലറും രജിസ്ട്രാറും കൂടെ സ്വീകരിച്ച് പന്തലിൻ്റെ ഉള്ളിലേക്ക് കൊണ്ടുവരും. പന്തലിൻ്റെ ഉള്ളിൽ നമ്മുടെ ഒരു അക്കാഡമിക് പ്രൊസഷനുണ്ട്. പ്രൊസഷൻ്റെ ഡീറ്റെയിൽസ് എല്ലാം നമ്മുടെ ഡീൻ അക്കാഡമിക്ക് നിങ്ങളോട് പറയും. ആ പ്രൊസഷൻ സ്റ്റേജിലെത്തുകയും, അത് നമ്മുടെ ഓർഡിനൻസ് പ്രകാരമുള്ള പ്രൊസഷനാണ്, ആ പ്രകാരം നമ്മുടെ സ്റ്റേജിലെത്തുകയും അവിടെ വെച്ച് ബിരുദദാന ചടങ്ങ് നടക്കുകയും ചെയ്യും. അത് ചടങ്ങിന് മുമ്പും ചടങ്ങ് തീരുമ്പോഴും നാഷണൽ ആന്തം ഉണ്ടാവും. ആ നാഷണൽ ആന്തം പിന്നെ ഡിഫൻസ് ബാൻഡാണ് നടത്തുന്നത്. കണ്ണൂരിൽ നിന്ന് ഡിഫൻസ് ബാൻഡ് എത്തിയിട്ടായിരിക്കും നാഷണൽ ആന്തം നടത്തുന്നത്. ഇതുകൂടാതെ VVIP റിക്വയർമെൻറ്റ്സ് പ്രകാരം എല്ലാ സെക്യൂരിറ്റി, പല പ്രാവശ്യം ഇവിടെ IG-യും എല്ലാവരും വിസിറ്റ് ചെയ്തിരുന്നു. അത് പ്രകാരമുള്ള എല്ലാ സുരക്ഷാ ക്രമീകരണങ്ങളും നമ്മൾ ഏർപ്പെടുത്തിയിട്ടുണ്ട്. VVIPക്ക് വേണ്ടി പ്രത്യേക ഗ്രീൻ റൂം, ക്യാബിൻ, അങ്ങനെയുള്ള എല്ലാ സജ്ജീകരണങ്ങളും, അവർ നിർദ്ദേശിച്ച എല്ലാ സജ്ജീകരണങ്ങളും നമ്മൾ ഏർപ്പെടുത്തിയിട്ടുണ്ട്. ഈ ബിരുദദാന ചടങ്ങിൽ പങ്കെടുക്കുന്ന കുട്ടികൾ എത്ര പേര് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്, എത്ര UG ഉണ്ട്, എത്ര PG, ഇങ്ങനെയുള്ള ഡീറ്റെയിൽസ് എല്ലാം നിങ്ങളോട് നമ്മുടെ കൺട്രോളർ ഓഫ് എക്സാമിനേഷൻസ് വിശദമായി പറയും. ബാക്കി കാര്യങ്ങൾ ഇത് കഴിഞ്ഞതിന് ശേഷം നിങ്ങൾക്ക് എന്തെങ്കിലും അറിയാനുണ്ടെങ്കിൽ ഞാൻ പറയാം. കൺട്രോളർ ഓഫ് എക്സാമിനേഷൻ മീഡിയ പ്രതിനിധികളെ, നമുക്കറിയാം വളരെ പ്രധാനപ്പെട്ട ഒരു ചടങ്ങാണ് സെൻട്രൽ യൂണിവേഴ്സിറ്റിയെ സംബന്ധിച്ചിടത്തോളം നടക്കാൻ വേണ്ടി പോകുന്നത്. 5ാമത്തെ കോൺവെക്കേഷൻ ഫംഗ്ഷനാണ് നടക്കുന്നത്. കഴിഞ്ഞ 4 ഫംഗ്ഷനും വളരെ ഭംഗിയായി നടത്താൻ വേണ്ടി കഴിഞ്ഞു. സെൻട്രൽ യൂണിവേഴ്സിറ്റിയുടെ നിയമപ്രകാരം, നമ്മുടെ തീരുമാനപ്രകാരം മാർച്ച് 2-ാം തീയതി നമ്മുടെ ഫൗണ്ടേഷൻ ഡേ ആണ്. അന്ന് രാവിലെ നമ്മൾ സാധാരണയായിട്ട് കോൺവെക്കേഷൻ നടത്താറുണ്ട്, അതാണ് നമ്മുടെ തീരുമാനം. പക്ഷേ നിർഭാഗ്യവശാൽ കഴിഞ്ഞ വർഷം നമ്മൾ COVID-19 പിടിയിൽ ഒതുങ്ങിയതിൻ്റെ ഫലമായിട്ട് നമ്മുടെ കോൺവെക്കേഷൻ നടത്താൻ വേണ്ടി പറ്റാതെ വരികയും അത് നടത്താൻ വേണ്ടി നമ്മൾ ഇപ്പോൾ ഇതുവരെ കാത്തിരിക്കുകയും ചെയ്തു. നമുക്കറിയാം 1918-20 ബാച്ചാണ് ഈ കോൺവെക്കേഷനിൽ വരുന്നത്. 2018-20 ബാച്ച്. ഇനൊരു ബാച്ച് ഇനി വരാൻ വേണ്ടി പോകുന്നതേ ഉള്ളൂ. അത് സാധാരണയായിട്ട് മാർച്ച് 2-ന് നടത്താമെന്ന് നമ്മൾ വിശ്വസിക്കുന്നു. അത് പിന്നീട് തീരുമാനിക്കുന്നതായിരിക്കും. ഈ 18-20 ബാച്ചിൻ്റെ 5ാമത്തെ കോൺവെക്കേഷൻ നടക്കുകയാണ്. അതേസമയം തന്നെ നമ്മൾ ടോട്ടൽ ഈ കോൺവെക്കേഷന് എലിജിബിൾ ആയിട്ടുള്ള കുട്ടികൾ 742 വിദ്യാർത്ഥികളാണ് ഈ കോൺവെക്കേഷന് എലിജിബിൾ ആയിട്ടുള്ളത്. പ്രത്യേകിച്ച് എലിജിബിളായ വിദ്യാർത്ഥികളുടെ കണക്ക് ഞാൻ പറയാം. UG 29, PG 652, നമുക്ക് PG ഡിപ്ലോമ കൂടിയുണ്ട് ഇവിടെ. PG ഡിപ്ലോമക്ക് 9 കുട്ടികളുണ്ട്. PhD 52 കുട്ടികളുമാണ് നമ്മൾ ഈ വർഷം കോൺവെക്കേഷന് എലിജിബിൾ ആയിട്ടുള്ള വിദ്യാർത്ഥികൾ. അതേസമയം തന്നെ നമ്മൾ വിദ്യാർത്ഥികൾക്ക് നോട്ടിഫിക്കേഷൻ കൊടുത്തതിൻ്റെ ഫലമായി വിദ്യാർത്ഥികളെ രജിസ്റ്റർ ചെയ്യാൻ വേണ്ടി ആവശ്യപ്പെട്ടു. രജിസ്റ്റർ ചെയ്തതിൻ്റെ ഫലമായിട്ട് 742 കുട്ടികളിൽ 763 കുട്ടികൾ ഈ വർഷം നമ്മുടെ കോൺവെക്കേഷന്
ഫിസിക്കലി അറ്റൻഡ് ചെയ്യാൻ വേണ്ടി രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. അതിൻ്റെ കണക്ക് UG 13, PhDയും ഡിപ്ലോമയും കൂടി 508, 43 52 PhDയിൽ 42 PhD സ്റ്റുഡൻസും നേരിട്ട് അറ്റൻഡ് ചെയ്യാൻ വേണ്ടി തയ്യാറാവുകയാണ്. അതായത് 563 കുട്ടികളാണ് നമ്മുടെ ഈ വരുന്ന കോൺവെക്കേഷൻ ഫംഗ്ഷൻ നമ്മൾ ഇവിടെ തയ്യാറായിരിക്കുന്നത്. അതായത് 179ഓളം ഇൻ ആബ്സെൻഷ്യ ആയിട്ട് വരും. സർട്ടിഫിക്കറ്റ് പിന്നീട് വാങ്ങുന്നതായിരിക്കും. കോൺവെക്കേഷൻ ഫംഗ്ഷൻ പങ്കെടുക്കുന്നത് 563 പേരാണ് ആകെയുള്ളത്. നമുക്കറിയാം, നമുക്ക് ആകെയുള്ള പരിമിതി 700 പേര് മാത്രമാണ്. അതിൽ 563 പേരും നമ്മുടെ VIP, നമ്മുടെ സ്റ്റുഡൻസിൻ്റെ പരിപാടിയാണിത്, അക്കാഡമിക് ഫംഗ്ഷനാണ്. അതുകൊണ്ട് 563 പേർ സ്റ്റുഡൻസിനെ പ്രതിനിധീകരിച്ചിട്ട് ബാക്കിയുള്ള വളരെ ചെറിയ ലിമിറ്റഡ് നമ്പർ മാത്രമേ നമുക്ക് ബാക്കി എല്ലാ മെമ്പേഴ്സിനെയും കൊണ്ട് പങ്കെടുപ്പിക്കാൻ വേണ്ടി പറ്റുള്ളൂ. അത് സ്ട്രിക്റ്റ് ആയിട്ടുള്ള കോവിഡ് പ്രോട്ടോക്കോളിന് അനുസരിച്ച് മാത്രമേ ഈ വർഷം നടത്താൻ പാടുള്ളൂ എന്നും RT-PCR നിർബന്ധമാണെന്നും രജിസ്ട്രാർ നേരത്തെ സൂചിപ്പിക്കുകയുണ്ടായി. ഇതാണ് നമ്മുടെ ടോട്ടൽ കോൺവെക്കേഷനിൽ പങ്കെടുക്കുന്നത്. ഈ വിദ്യാർത്ഥികൾ 24 ഡിപ്പാർട്ട്മെൻറ്റുകളെ പ്രതിനിധീകരിച്ചിട്ടാണ് വരുന്നത്. അതായത് 10 സ്കൂളുകളിലായിട്ട് 24 ഡിപ്പാർട്ട്മെൻറ്റുകളെ പ്രതിനിധീകരിച്ചാണ്. നമ്മുടെ സ്കൂളുകളുടെ പേരുകളൊക്കെ ഞാൻ ജസ്റ്റ് ഒന്ന് മെൻഷൻ ചെയ്യാം. സ്കൂൾ ഓഫ് ബയോളജിക്കൽ സയൻസ്, അത് സ്കൂൾ ഓഫ് ഗ്ലോബൽ സയൻസ്, സ്കൂൾ ഓഫ് ഫിസിക്കൽ സയൻസ്, സ്കൂൾ ഓഫ് ലാംഗ്വേജ് ആൻഡ് കമ്പാരിറ്റീവ് ലിറ്ററേച്ചർ, സ്കൂൾ ഓഫ് സോഷ്യൽ സയൻസ്, സ്കൂൾ ഓഫ് എർത്ത് സയൻസ്, സ്കൂൾ ഓഫ് ലീഗൽ സ്റ്റഡീസ്, സ്കൂൾ ഓഫ് മെഡിസിൻ ആൻഡ് പബ്ലിക് ഹെൽത്ത്, സ്കൂൾ ഓഫ് എഡ്യൂക്കേഷൻ ആൻഡ് സ്കൂൾ ഓഫ് ഇക്കണോമിക്സ്. സ്കൂള് തിരിച്ചിട്ടുള്ള എണ്ണം വേണമെങ്കിൽ ബയോളജിക്കൽ സയൻസിൽ 74 പേർ പങ്കെടുക്കുന്നു. സ്കൂൾ എന്ന് പറഞ്ഞാൽ ഏകദേശം 2-3 ഡിപ്പാർട്ട്മെൻറ്റുകൾ കൂടി ചേർന്നാണ്. ഗ്ലോബൽ സ്റ്റഡീസിൽ 38 പേർ പങ്കെടുക്കുന്നു. ഫിസിക്കൽ സയൻസിൽ 93 പേർ പങ്കെടുക്കുന്നു. ലാംഗ്വേജ് ആൻഡ് കമ്പാരിറ്റീവ് ലിറ്ററേച്ചറിൽ 118 പേർ പങ്കെടുക്കുന്നു. സോഷ്യൽ സയൻസിൽ 62, എർത്ത് സയൻസിൽ 47, മെഡിസിൻ ആൻഡ് പബ്ലിക് ഹെൽത്തിൽ 15, ലീഗൽ സ്റ്റഡീസിൽ 15, മെഡിസിൻ ആൻഡ് പബ്ലിക് ഹെൽത്തിൽ 37, ലീഗൽ സ്റ്റഡീസിൽ 15, എഡ്യൂക്കേഷനിൽ 42, അതേസമയം ലാസ്റ്റ് ഇക്കണോമിക്സിൽ 37. എല്ലാം കൂടി 563 സ്റ്റുഡൻസ് ആണ് ഈ കോൺവെക്കേഷൻ ഫംഗ്ഷനിൽ പങ്കെടുക്കുന്നത്. ഇതാണ് ഇതിൻ്റെ ഡീറ്റെയിൽസ്. നമ്മുടെ ഈ കോൺവെക്കേഷൻ ഫംഗ്ഷൻ്റെ മുന്നൊരുക്കങ്ങൾ ഏതാണ്ട് 3 മാസത്തിന് മുമ്പ് തന്നെ തുടങ്ങി. അപ്പോൾ അതിന് നമ്മൾ പല കമ്മിറ്റികൾ രൂപീകരിക്കുകയും നമ്മുടെ അക്കാഡമിക് പ്രൊസഷനുള്ള ഒരുക്കങ്ങളെല്ലാം നടത്തുകയും ചെയ്തു. അപ്പോൾ ആ പ്രൊസഷൻ്റെ ഡീറ്റെയിൽസ് എല്ലാം നമ്മുടെ ഡീൻ അക്കാഡമിക് പ്രൊഫസർ അമൃത് കുമാർ പറയും. പ്രിയപ്പെട്ട പ്രിന്റ്, വിഷ്വൽ, ഓഡിയോ മീഡിയ പ്രതിനിധികളെ, നമ്മുടെ 5ാമത്തെ കോൺവെക്കേഷൻ നടക്കുകയാണ്. നമ്മൾ അതിൻ്റെ കോൺവെക്കേഷൻ പരിപാടിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട, ഏറ്റവും ആകർഷകമായിട്ടുള്ള ഒരു ഘടകം എന്ന് പറയുന്നത് തന്നെ കോൺവെക്കേഷൻ പ്രൊസഷനാണ്. കോൺവെക്കേഷൻ്റെ ഗൗണും ഒക്കെ ധരിച്ചുകൊണ്ട് എല്ലാ വിദ്യാർത്ഥികളും അധ്യാപകരും അതുപോലെ യൂണിവേഴ്സിറ്റിയുടെ എനിക്ക് അത്യാവശ്യമായിട്ടുള്ള ഒരു പരിപാടിയിൽ പങ്കെടുക്കേണ്ടതുകൊണ്ട് ഞാൻ നിങ്ങളുടെ അനുമതിയോടുകൂടി ഞാൻ ഇത് വാങ്ങി. അതുപോലെ തന്നെ വിദ്യാർത്ഥികൾ, അതുപോലെ തന്നെ അധ്യാപകർ, യൂണിവേഴ്സിറ്റിയുടെ സ്റ്റാറ്റ്യൂട്ടറി ബോഡികൾ, അതായത് അക്കാഡമിക് കൗൺസിൽ, എക്സിക്യൂട്ടീവ് കൗൺസിൽ, അതിൻ്റെ ബോഡികൾ, ഇവരെല്ലാവരും പങ്കെടുത്തുകൊണ്ടുള്ള ഒരു കോൺവെക്കേഷൻ പ്രൊസഷനാണ് ഇതിൻ്റെ ഏറ്റവും ആകർഷകമായിട്ടുള്ളൊരു ഘടകം. പക്ഷേ ഈ വർഷം പ്രസിഡന്റിന്റെ വരവും അതുപോലെ തന്നെ കോവിഡ് പ്രോട്ടോക്കോളും പരിഗണിച്ചുകൊണ്ട് നമ്മൾ അതിൻ്റെ അകത്ത് ചെറിയൊരു മാറ്റം വരുത്തിയിട്ടുണ്ട്. പ്രൊസഷനിൽ ഡീൻസ് മാത്രമേ പങ്കെടുക്കുകയുണ്ടാവുള്ളൂ. ഏതാണ്ട് 14 ഡീൻസ് ആണ് നമുക്കുള്ളത്. ഓരോ ഡീനും ഓരോരോ സ്കൂളുകളെ റെപ്രസെന്റ് ചെയ്യുന്നതാണ്. അതിൽ തന്നെ ഒരു ഡീൻ എന്ന് പറയുന്നത് സ്റ്റുഡൻസ് വെൽഫെയറും, മറ്റൊരു ഡീൻ എന്ന് പറയുന്നത് അക്കാഡമിക് ഡീൻ, അതായത് പൊതുവായിട്ടുള്ള ഡീനാണ്, അക്കാഡമിക് കാര്യങ്ങൾ നോക്കി നടത്തുന്ന ഒരു ഡീനാണ്. അപ്പോൾ ഇത്തരത്തിൽ 14 ഡീൻസ് മാത്രമായിരിക്കും ഈ വർഷത്തെ പ്രൊസഷനിൽ പങ്കെടുക്കുക. കാരണം അതിനുള്ള അനുമതിയാണ് നമുക്ക് ലഭിച്ചിട്ടുള്ളത്. അപ്പോൾ പ്രൊസഷൻ സ്റ്റാർട്ട് ചെയ്യുന്നത് നമ്മളുടെ പന്തലിൻ്റെ ഏറ്റവും പുറകുവശത്ത് നിന്ന് പ്രസിഡന്റ് വന്ന ഉടൻ തന്നെ പ്രസിഡന്റ് അവിടെ നിന്ന് റോബ് ചെയ്യുകയും അവിടെ ഡീൻസ് നിരന്ന് നിൽക്കുകയുണ്ടാവും. അതിൻ്റെ കൂട്ടത്തിൽ രജിസ്ട്രാറും അതുപോലെ തന്നെ കൺട്രോളറും വൈസ് ചാൻസലറും
അതിൻ്റെ കൂട്ടത്തിലുണ്ടാവും. ഇത്രയും പേരടങ്ങുന്ന ഒരു പ്രൊസഷൻ ബാൻഡിൻ്റെ അകമ്പടിയോട് കൂടിയിട്ട് അതിന് ഒരു കൃത്യമായി നിയതമായിട്ടുള്ള ഒരു പ്രൊസീജിയർ ഉണ്ട്. അതിൻ്റെ അടിസ്ഥാനത്തിൽ നേരെ സ്റ്റേജിലേക്ക് വന്ന് കയറുന്നു. ഇതാണ് നമ്മളുടെ ഈ വർഷത്തെ പ്രൊസഷൻ നമ്മൾ പ്ലാൻ ചെയ്തിരിക്കുന്നത്. ഏതാണ്ട് 17 കമ്മിറ്റികൾ, വിവിധ റെസ്പോൺസിബിലിറ്റി ഉള്ള 17 കമ്മിറ്റികളാണ് നമ്മൾ മൊത്തം കോൺവക്കേഷൻ നടത്തുന്നതിന് വേണ്ടിയിട്ട് രൂപീകരിച്ചിട്ടുള്ളത്. യൂണിവേഴ്സിറ്റിയിലെ എല്ലാ അധ്യാപക അനധ്യാപക അംഗങ്ങളും ഈ ഇത്തരത്തിൽ ഒന്നല്ലെങ്കിൽ മറ്റൊരു കമ്മിറ്റിയിൽ അംഗമായിട്ട് ഏതാണ്ട് ഒരു മാസത്തോളമായിട്ട്, ഈശ്വർ പറഞ്ഞതുപോലെ ഒരു മാസത്തോളമായിട്ട് നമ്മൾ ഇതിൻ്റെ വിവിധ പ്രവർത്തനങ്ങൾ ഏർപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. 21-ാം തീയതിയോട് കൂടിയിട്ട് അത് ഈ പദ്ധതി, ഈ കോൺവക്കേഷൻ പൂർണ്ണമായിട്ട് ഫലസമാപ്തിയിൽ എത്തുന്നത് വരെ ഈ അംഗങ്ങളെല്ലാം തന്നെ കർമ്മനിരതരായിരിക്കും. ഇതാണ് ഇപ്പോൾ പ്രിലിമിനറി ആയിട്ട് ഇതിനെ സംബന്ധിച്ച് പറയാനുള്ളത്. കാര്യങ്ങൾ അറിയേണ്ടതുണ്ടെങ്കിൽ ഇപ്പോൾ ചോദിക്കാൻ രജിസ്ട്രാർ മറുപടി നൽകും. സുരക്ഷ പറയാൻ പറ്റും. ഇതിൻ്റെ സുരക്ഷ നോക്കുന്നത് നമ്മുടെ ഡിസ്ട്രിക്ട് പ്രോട്ടോക്കോളും സ്റ്റേറ്റ് പ്രോട്ടോക്കോളുമാണ്. അപ്പോൾ സ്റ്റേറ്റ് ചീഫ് സെക്രട്ടറിയുടെ അധ്യക്ഷതയിൽ ഒരു സ്റ്റേറ്റ് പ്രോട്ടോകോൾ മീറ്റിംഗ് നടത്തിയിരുന്നു. ആ മീറ്റിങ്ങിൽ സെക്യൂരിറ്റിയുടെ ഓരോ ആസ്പെക്റ്റിലും ഉള്ള കാര്യങ്ങൾ ഓരോരുത്തരും എന്തൊക്കെയാണ് ചെയ്യേണ്ടതെന്നുള്ളതിനെപ്പറ്റി അവർക്കെല്ലാം ഉത്തരവാദിത്തങ്ങൾ നൽകിയിരുന്നു. അതിൽ രജിസ്ട്രാറും പങ്കെടുത്തിരുന്നു. ബാക്കി നമ്മുടെ കളക്ടറും SP-യും ബാക്കി എല്ലാ സെക്യൂരിറ്റി ചുമതലയുള്ള ആൾക്കാരും കൂടി ചീഫ് സെക്രട്ടറിയുടെ അധ്യക്ഷതയിൽ ഒരു മീറ്റിംഗ് നടന്നു. അതിൻ്റെ തുടർച്ചയായിട്ട് ബാക്കി കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടിയിട്ട് ഡിസ്ട്രിക്ട് കളക്ടറെ ചുമതലപ്പെടുത്തുകയും കളക്ടറേറ്റിൽ വെച്ച് സെക്യൂരിറ്റി കാര്യങ്ങൾ വീണ്ടും പരിശോധിക്കുന്നതിന് വേണ്ടി ഒരു സെക്യൂരിറ്റി മീറ്റിംഗ് നടത്തി, കോർഡിനേഷൻ മീറ്റിംഗ് നടത്തുകയും ചെയ്തിരുന്നു. അതിലും ഇവിടുന്ന് ഞങ്ങൾ 3 പേര് പങ്കെടുത്തിരുന്നു. അതിനുശേഷം അതിൻ്റെ തുടർച്ചയെന്നാണ് ഇന്നലെ ഇൻ്റലിജൻസ് SP-യും മറ്റേ എല്ലാ ബാക്കിയുള്ള പോലീസിലെ ബാക്കി ആൾക്കാരും ഫയർഫോഴ്സും എല്ലാവരും ചേർന്നിട്ട് വീണ്ടും ഇന്നലെ ഇവിടെ ഒരു ASL മീറ്റിംഗ് നടത്തുകയും ബാക്കി സുരക്ഷാ ക്രമീകരണങ്ങളെല്ലാം അവർ ചെക്ക് ചെയ്യുകയും ബോധ്യപ്പെടുകയും ചെയ്തതാണ്. അപ്പോൾ സെൻട്രൽ യൂണിവേഴ്സിറ്റിയുടെ ഉത്തരവാദിത്വത്തിൽ ഇതിനുള്ളിലുള്ള സുരക്ഷയാണ് പന്തലിൻ്റെ ഇത്. പക്ഷേ സുരക്ഷാ ചുമതല പോലീസിന് തന്നെയാണ്, പോലീസിനും ഇന്റലിജൻസിനും തന്നെയാണ്. എന്നാൽ അവർ പറയുന്ന മോഡിഫിക്കേഷൻസ് എല്ലാം വീണ്ടും നമ്മൾ എൻട്രി പോയിന്റ് ആണെങ്കിൽ അതിലുള്ള ചേഞ്ച്, അല്ലെങ്കിൽ വരുന്ന പാത്ത് വേയിൽ നമ്മൾ ആദ്യം മാറ്റ് മാത്രമായിരുന്നു, പിന്നെ അവർക്ക് അവിടെ ഉടൻ ബേസ്, അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും നമ്മൾ വീണ്ടും ചെയ്തു കൊടുത്ത് എല്ലാം ഇപ്പോൾ കസേരകൾ വരെ അറേഞ്ച് ചെയ്ത് കഴിഞ്ഞു. ഇന്ന് വൈകുന്നേരത്തോടു കൂടി നിങ്ങളെല്ലാം പന്തൽ വിസിറ്റ് ചെയ്യുന്നു, വിസിറ്റ് ചെയ്യത്തില്ലേ? അപ്പോൾ നിങ്ങൾക്ക് ഒന്നിനു മുമ്പ് ഒന്ന് വിസിറ്റ് ചെയ്തിട്ട് പോകുന്ന എല്ലാം പൂർണ്ണമായി കഴിഞ്ഞു. പിന്നെ പോഡിയം വരെ നമ്മൾ സെറ്റ് ചെയ്ത് കഴിഞ്ഞു. അപ്പോൾ അതിലെല്ലാ സുരക്ഷാ ക്രമീകരണങ്ങളും നമ്മൾ പൂർണ്ണമായിട്ട് പാലിച്ചിട്ടുണ്ട്. VC എന്ന് പറയുന്നത് ഒരു അഡ്മിനിസ്ട്രേറ്റീവ് പോസ്റ്റാണ്, അതൊരു വ്യക്തിയല്ല. അപ്പം VC-യുടെ ചുമതല ഉണ്ടായിരുന്ന VC പോയാൽ VC-ക്ക് പകരം വേറൊരു ഒഫീഷ്യേറ്റിംഗ് VC ഉണ്ടാവും. ഇപ്പോൾ രജിസ്ട്രാർ പോയാൽ വേറൊരാൾ രജിസ്ട്രാറിൻ്റെ ചാർജിൽ വരുന്നത് പോലെ VC-ക്ക് പകരം വേറെ ഒഫീഷ്യേറ്റിംഗ് VC ഉണ്ടാവും. അപ്പം VC-ക്ക് പങ്കെടുക്കാൻ പറ്റുന്നില്ല. സുരക്ഷ എല്ലാ DMO-യെ എല്ലാവരെയും അറിയിച്ചിട്ടുണ്ട്. അവരെ നമ്മളിതൊന്നും ഒന്നും രഹസ്യമായിട്ട് വെച്ചിട്ടില്ല. പിന്നെ അദ്ദേഹത്തിന് ഹോസ്പിറ്റലാണെന്നുള്ള കാര്യവും എല്ലാ ഡീറ്റെയിൽസും DMO-യ്ക്ക് തന്നെ നേരിട്ട് അറിയാം. കളക്ടർക്കും രാഷ്ട്രപതി ഭവനിൽ വരെ അതെല്ലാ വിവരങ്ങളും ഉള്ളതാണ്. അപ്പം പങ്കെടുക്കാൻ പറ്റുന്നില്ലെങ്കിൽ നമ്മൾ ആ ദിവസം ഒഫീഷ്യേറ്റിംഗ് VC ആയിട്ടുള്ള ആൾ പങ്കെടുക്കും. പ്ലാനും തീരുമാനിക്കുന്നത് യൂണിവേഴ്സിറ്റി അല്ല, ഈവൻ സംസ്ഥാന സ്റ്റേറ്റ് പ്രോട്ടോക്കോളും അല്ല, അത് തീരുമാനിക്കുന്നത് രാഷ്ട്രപതി ഭവനാണ്. അപ്പം സ്റ്റേറ്റ് പ്രോട്ടോക്കോൾ വഴി എന്താ ഡയസിൽ ആരൊക്കെയാണ് ഇരിക്കേണ്ടത്, ആരൊക്കെയാണ് മിനിറ്റായിട്ട് സംസാരിക്കേണ്ടത്, എല്ലാം തീരുമാനിക്കുന്നത് സ്റ്റേറ്റ് പ്രോട്ടോക്കോളിലാണ്. അപ്പം നമ്മളോടൊരു സജഷൻ ചോദിക്കും, നമ്മൾ സജഷൻ കൊടുത്തിട്ടുണ്ട്. ആ സജഷൻ അല്ല അവർക്ക് ഏത് വേണമെങ്കിലും ആഡ് ചെയ്യാം, ഏത് വേണമെങ്കിലും ക്യാൻസൽ ചെയ്യാം. അപ്പം അത് അനുസരിച്ച് മാത്രമാണ് വരുന്നത്. അപ്പം പിന്നെ നമ്മളല്ലാതെ തന്നെ ഗസ്റ്റിൻ്റെ കൂട്ടത്തിൽ എല്ലാ ജനപ്രതിനിധികൾക്കും നമ്മൾ യൂണിവേഴ്സിറ്റിയുടെ ഭാഗത്തുനിന്ന് ഇൻവിറ്റേഷൻ കൊടുത്തിട്ടുണ്ട്. ആ വരുന്ന ജനപ്രതിനിധികൾ വരികയാണെങ്കിൽ അവർക്കും RT-PCR ടെസ്റ്റും കോവിഡ് പ്രോട്ടോകോൾ ബാധകമാണ്. പക്ഷെ അവർ സ്റ്റേജിൽ ഇരിക്കണോ വേണ്ടോ തീരുമാനിക്കേണ്ടത് കൊടുത്തിട്ടുണ്ട്. അത് യൂണിവേഴ്സിറ്റിയുടെ ഭാഗത്തുനിന്ന് കൊടുത്തിട്ടുണ്ട്. എല്ലാ നമ്മുടെ ഇവിടെയുള്ള കാസർഗോഡ് ശരിക്കും നമ്മുടെ ഈ നിയോജകമണ്ഡലത്തിലല്ല, കാസർഗോഡ് ജില്ലയിലുള്ള എല്ലാ MP MLA അല്ലേ എല്ലാവർക്കും കൊടുത്തിട്ടുണ്ട്. കോവിഡ് പ്രോട്ടോകോൾ പ്രകാരം 300 ആൾക്കേ ഒരു പരിപാടിക്ക് അനുമതിയുള്ളൂ ഇതുവരെ സംസ്ഥാനത്ത്. ഒരു ഓഡിറ്റോറിയത്തിൻ്റെ അകത്താണെങ്കിൽ 150 പേരാണ്. ഇപ്പോൾ 700 പേരെ വെച്ച് നടത്തുമ്പോൾ അത് കോവിഡിൽ എങ്ങനെ ആവില്ല? അതാണ് ഞാൻ മുമ്പ് വിശദീകരിച്ചത്. നമ്മൾ സാധാരണ കോവിഡ് പ്രോട്ടോകോൾ ഒരു പബ്ലിക് ഫംഗ്ഷന് 300 ആണ്. അപ്പോൾ ആ 300 പിന്നെ പോരാ എന്നും 563 കുട്ടികളുണ്ട്. കുട്ടികൾക്ക് വേണ്ടിയാണ് കോൺവക്കേഷൻ ഫംഗ്ഷൻ.
അപ്പോൾ അതുകൊണ്ട് 563 കുട്ടികളുണ്ടെന്നും അതുകൊണ്ട് 700 പേർക്കെങ്കിലും പെർമിഷൻ തരണമെന്ന് പറഞ്ഞ് നമ്മൾ റിക്വസ്റ്റ് അയക്കുകയും ഡിസ്ട്രിക്ട് കളക്ടർക്ക് റിക്വസ്റ്റ് ചെയ്തു, ചീഫ് സെക്രട്ടറിക്ക് റിക്വസ്റ്റ് കൊടുത്തു, സ്റ്റേറ്റ് പ്രോട്ടോകോൾ ഓഫീസിന് കൊടുത്തു. അവരത് പിന്നെ റെക്കമെൻഡ് ചെയ്ത് രാഷ്ട്രപതി ഭവനിലേക്ക് അയക്കുകയും രാഷ്ട്രപതി ഭവനിൻ്റെ കൺസെൻറ്റ് കിട്ടിയതിന് ശേഷം ഇന്നലെ ഉച്ചയ്ക്ക് ഓർഡർ കിട്ടുകയും ചെയ്തു. ഓർഡർ എന്തെങ്കിലുമുണ്ട്, ഞാൻ വായിക്കാം. റിലാക്സേഷൻ ഓൺ ദ നമ്പർ ഓഫ് പാർട്ടിസിപ്പൻസ്. With reference to the subject, I am to inform you that the President Secretariat have no objection to accommodate 700 participants in the Pandal that can accommodate 2,000 persons, provided COVID-19 protocol is strictly adhered throughout the function. All invitees must be RT-PCR tested valid for 72 hours. ഇത് അവിടെ നിന്ന് വന്ന ഇത് പ്രകാരം പ്രിൻസിപ്പൽ സെക്രട്ടറി നമുക്ക് തന്നിരിക്കുന്ന പെർമിഷനാണ്. പ്രസിഡന്റ് ഇവിടുന്ന് മാംഗ്ലൂർ അല്ല കണ്ണൂർ വഴി? കണ്ണൂർ വഴി. കണ്ണൂരിൽ ഉച്ചയ്ക്ക് എത്തും. കണ്ണൂരിൽ നിന്ന് ഏതാണ്ട് 12:30 എയർപോർട്ടിലെത്തും. അവിടുന്ന് പിന്നെ നമ്മുടെ ഹെലിപ്പാഡിലേക്ക് വരും. ഹെലിപ്പാഡിൽ നിന്ന് കാറിൽ ബേക്കൽ റിസോർട്ടിലേക്ക് പോകും. ആ കറക്റ്റ് ടൈമിംഗ് ഒന്ന് പറയുമോ? അതിന്റെ ഹെലിപ്പാഡിലേക്ക് ടൈമിങ് നമുക്ക് തന്നിരിക്കുന്ന ടൈമിങ് ഇവിടെ വരുന്നത് മുതലാണ്. അതായത് നമ്മുടെ ഈ പ്രോഗ്രാം വരുന്നത് മുതലുള്ള ഒരു ഷെഡ്യൂൾ ഒന്ന് പറഞ്ഞു. ഇല്ല, കണ്ണൂർ വരുന്നുള്ള ഷെഡ്യൂള് എൻ്റെ കയ്യിലില്ല. കാരണം അത് സെക്യൂരിറ്റി ഇന്റലിജൻസ് SP അവർക്കാണ് ഉണ്ടാവുക. എനിക്ക് തന്നിരിക്കുന്ന ടൈം ഞാൻ പറയാം. എനിക്ക് തന്നിരിക്കുന്ന സമയം അനുസരിച്ച് 3 മണിക്ക് ഡിപ്പാർച്ചർ ഫ്രം താജ് ബേക്കൽ റിസോർട്ട്. അതായത് അവർ നേരത്തെ എത്തും. നമുക്ക് തരുന്നത് യൂണിവേഴ്സിറ്റിയുമായിട്ട് ബന്ധപ്പെട്ട ടൈം മാത്രമേ നമുക്ക് തരൂ. അപ്പോൾ ആ ഇതനുസരിച്ച് 3 മണിക്ക് താജ് ബേക്കൽ റിസോർട്ടിൽ നിന്ന് അവർ പുറപ്പെടും. 3:20 അറൈവൽ അറ്റ് സെൻട്രൽ സർക്കിൾ, സെൻട്രൽ യൂണിവേഴ്സിറ്റി ഓഫ് കേരള. 3:21 റിസപ്ഷൻ റിസീവ്ഡ് ബൈ വൈസ് ചാൻസലർ ആൻഡ് രജിസ്ട്രാർ. 3:22 മുതൽ 3:24 വരെ അവരുടെ റോബിംഗ് ഒക്കെ നടക്കും. റോബിംഗ് ഗൗൺ ധരിപ്പിക്കുന്ന ചടങ്ങ്. അത് കഴിഞ്ഞ് അക്കാഡമിക് പ്രൊസഷൻ തുടങ്ങും. അക്കാഡമിക് പ്രൊസഷൻ കഴിഞ്ഞ് പിന്നെ ഡിക്ലറേഷൻ ഓഫ് ദ കോൺവൊക്കേഷൻ ഓപ്പൺ ബൈ രജിസ്ട്രാർ, വെൽക്കം സ്പീച്ച് ബൈ വൈസ് ചാൻസലർ, പ്രസൻറ്റേഷൻ ഓഫ് മെമൻറ്റോ. നമ്മൾ കൊടുത്ത പ്രോഗ്രാമിൽ നമ്മൾ ബൊക്കെയാണ് കൊടുത്തിരുന്നത്. അവരെ സ്വീകരിക്കുന്നതായിട്ട് ബൊക്കെ ഒന്നും പാടില്ല എന്ന് പറഞ്ഞ് നമ്മൾ ബൊക്കെ എല്ലാം മാറ്റി. ഇപ്പോൾ പ്രസൻറ്റേഷൻ ഓഫ് മെമൻറ്റോ ടു ദ ഡിഗ്നിറ്ററീസ് ഓൺ ദ ഡയസ്, അത് വൈസ് ചാൻസലർ ചെയ്യും. അത് കഴിഞ്ഞ് കൺഫർമെൻ്റ് ഓഫ് ഡിഗ്രീസ് ആണ് ബിരുദദാനം. പിന്നെ 2 കുട്ടികൾക്ക് ഗോൾഡ് മെഡൽ കൊടുക്കുന്നു. അവർക്ക് മാത്രമേ സ്റ്റേജിലേക്ക് കയറാൻ പറ്റൂ. ബാക്കി കുട്ടികളുടെ ബിരുദദാനം 3 പേര് 3 കുട്ടികൾക്ക് ഗോൾഡ് മെഡൽ ഉണ്ട്. അവർക്ക് 3 പേർക്കും സ്റ്റേജിലേക്ക് കയറാനുള്ള പെർമിഷനുണ്ട്. ബാക്കി കുട്ടികളെല്ലാം അവരുടെ പേര് വിളിക്കുന്ന സമയത്ത് അവർക്ക് എഴുന്നേറ്റ് നിൽക്കാൻ മാത്രമേ പറ്റൂ പന്തലിൽ തന്നെ. സ്റ്റുഡൻസിന്റെ കൂടെ പാരന്റ്സ് വരും, അങ്ങനെ വല്ലതുണ്ടോ? സ്റ്റുഡൻസ് പിന്നെ പേരൻസ് നമ്മളെ അറിയിച്ചിട്ടില്ല. കാരണം അവർ വരുന്ന പേരൻസ് കുറച്ച് പേരുണ്ടെങ്കിൽ അവർക്ക് വേറെ എവിടെയെങ്കിലും ഒരു ഹാളിൽ റെസ്റ്റ് ചെയ്യാനുള്ള പ്രൊവിഷൻ കൊടുക്കാൻ മാത്രമേ നമുക്ക് സാധിക്കൂ. കാരണം അവിടെ ഒരു LED സ്ക്രീൻ നമ്മൾ അറേഞ്ച് ചെയ്യാൻ നോക്കുന്നുണ്ട് ഫംഗ്ഷൻ കാണാനായിട്ട്. ഒമിക്രോണും കോവിഡൊക്കെ ഉള്ള സ്ഥലത്ത് ഒരു ആർഭാടമായ ഒരു ഫംഗ്ഷൻ ആവശ്യമായിരുന്നു. ഇതിൽ ആർഭാടമൊന്നുമില്ല. നമ്മള് പിന്നെ വളരെ ഒരു അക്കാഡമിക് ഫംഗ്ഷൻ എങ്ങനെയാണോ നടത്തേണ്ടത് അത് നമ്മുടെ ഓർഡിനൻസിൽ പറഞ്ഞിട്ടുണ്ട്. അതനുസരിച്ചുള്ള ഫംഗ്ഷൻ മാത്രമേ നടത്തൂ. ഇതിനകത്ത് എവിടെയാണ് ആർഭാടം എന്ന് എനിക്ക് മനസ്സിലായില്ല. അങ്ങനെ ആർഭാടം ഇതിലില്ല. 65 ലക്ഷം രൂപയുടെ പന്തലാണെന്ന് ചെറിയ പൈസ ഇല്ല, അതൊക്കെ വെറുതെ പറയുന്നതാണ്. സർ, VC അല്ലെങ്കിൽ ഇപ്പോഴുള്ള നിലവിലുള്ള VC അല്ലെങ്കിൽ അടുത്ത് ആ പൊസിഷനിലേക്ക് ഇൻ കേസ് അസൗകര്യം ഉണ്ടെങ്കിൽ വരുന്നതാരായിരിക്കും? അല്ല, അത് ഓർഡറായിട്ട് വരണമല്ലോ. അത് അതിന് നമ്മുടെ ഇതനുസരിച്ച് ചില പ്രോട്ടോകോളിൽ പറയുന്നുണ്ട്. പിന്നെ അടുത്ത ആൾക്കാർ ആരായിരിക്കണം വരേണ്ടതെന്നുള്ളത്. ഇപ്പോൾ ചാൻസലർ വരുന്നില്ലെങ്കിൽ ചാൻസലർ VCക്ക് ആ ചാർജ് കൊടുക്കും. VC വരുന്നില്ലെങ്കിൽ പിന്നെ സീനിയർ മോസ്റ്റ് പ്രൊഫസറിനായിരിക്കും അത് വരുന്നത്. PVC ഇല്ല. ഇവിടെ ഇപ്പോൾ ചാൻസലർ ഇല്ലല്ലോ. ഇല്ല. അദ്ദേഹത്തിന് നമ്മൾ ആരാണ് വരേണ്ടതെന്ന് പറയേണ്ടത് സ്റ്റേറ്റ് പ്രോട്ടോകോളാണ്. അപ്പോൾ സ്റ്റേറ്റ് പ്രോട്ടോകോളിനോട് നമ്മൾ ചോദിച്ചു. അത് ആ ഫയല് ഗോവിന്ദ മാസ്റ്റർ ആണെന്ന് ഉറപ്പിച്ച് പറഞ്ഞതനുസരിച്ച് നമ്മൾ ഗോവിന്ദ മാസ്റ്ററിന് ഇൻവിറ്റേഷൻ അയച്ചിട്ടുണ്ട്. ഗോവിന്ദ മാസ്റ്ററിൻ്റെ PA ഫോണിൽ ബന്ധപ്പെട്ട് നമ്മുടെ കാര്യങ്ങളെല്ലാം സംസാരിച്ചിട്ടുണ്ട്. അദ്ദേഹം വരുമെന്നുള്ള പ്രതീക്ഷയിലാണ് നമ്മളിരിക്കുന്നത്. ഗവർണർ ഇപ്പം തന്നെ ബേക്കലിലുണ്ട്. നേരത്തെ എത്തിയിട്ടുണ്ട് വേറെ എന്തോ ഫംഗ്ഷനുമായിട്ട് ബന്ധപ്പെട്ട്. അപ്പം ഗവർണർ ഈ ഫംഗ്ഷൻ കഴിഞ്ഞിട്ട് നമ്മുടെ കോൺവൊക്കേഷനോടെ കഴിഞ്ഞ് മാത്രമേ പോകാൻ ചാൻസ് ഉള്ളൂ.